نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس عباد الله رمضان മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ മാസം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരുന്ന മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരുന്ന മാസം, ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്ന മാസം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഇദാ ജാഅ റമളാനു സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിൻ. റമദാൻ മാസം ആഗതമായാൽ ശൈത്താന്മാരും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നുള്ള കുഴപ്പക്കാരും ബന്ധനസ്ഥരാക്കപ്പെടും. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ ആ ദിവസത്തിൽ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ നിന്നൊരു ബാബും ഒരു വാതിലും അടയ്ക്കപ്പെടുകയില്ല. വഖുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുന്ന മാസം. വലം യുഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു വാതിലുകളും തുറക്കപ്പെടുകയില്ല. വലില്ലാഹി തഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മാസം നമ്മളിൽ നിന്ന് കടന്നുപോയി. സഹോദരങ്ങളെ, ഈ മാസം ശരിയാം വണ്ണം വിനിയോഗിച്ചവരായിക്കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഹക്ക് കൊടുത്തുകൊണ്ട്, റമദാനിൻ്റെതായ ഹക്ക് അത് നമ്മൾ കൊടുത്തുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ചവരാണോ? അതല്ല, സംസാരങ്ങളിലും അതുപോലെ തന്നെ അനാവശ്യ വർത്തമാനങ്ങളിലും നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് റമദാൻ കടന്നു പോയവരാണോ നമ്മൾ ചിന്തിക്കേണ്ട ദിവസമാണ്. റമദാൻ വേണ്ടുന്ന വിധം ഉപയോഗിച്ചവൻ അള്ളാഹുവിനെ സ്തുതിക്കുക. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അത് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നമുക്ക്. അങ്ങനെ ആ റമദാൻ മാസം വേണ്ടുന്ന വിധത്തിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിച്ചുവെങ്കിൽ, അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ഇദാ ദഖല അലൈഹി റമദാനു സുമ്മ ഇൻസലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, ഒരു മനുഷ്യൻ നിന്ദ്യനായിരിക്കുന്നു. ദഖല അലൈഹി റമദാൻ, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ, റമദാൻ അവനിൽ പ്രവേശിതമായി. സുമ്മ ഇൻസലഖ, അവനിൽ നിന്ന് ദൂരപ്പെട്ടു. ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ആ റമദാൻ അവനിൽ നിന്ന് ദൂരപ്പെട്ടു പോവുകയാണെങ്കിൽ അവന് നാശം, അവന് നിന്ദ്യത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെ റമദാൻ നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലാണെങ്കിലും നാം അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട ദിവസമാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ നമുക്ക് 12 മാസങ്ങളാണുള്ളത്. 12 മാസങ്ങൾ. ഈ റമദാൻ മാസം അത് നമുക്കൊരു പരീക്ഷണശാലയാണ്. ബാക്കിയുള്ള മാസങ്ങളിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇബാദത്തുകളിൽ മുഴുകണം എന്നുള്ളതിനുള്ള ഒരു പരീക്ഷണശാല പോലെ ഉള്ള ഒരു സ്ഥലമാണ് റമദാൻ. ഈ റമദാനിൽ കയറി പ്രവേശിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ഗുണങ്ങളുമായി കൊണ്ടാണ് നാം പുറത്തിറങ്ങുന്നത്. രാത്രി നമസ്കാരം, നോമ്പ്, സ്വതക്ക,
ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് നമ്മൾ പരിശീലിച്ച് അതൊരു ശീലമായിക്കൊണ്ട് റമദാനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ മാസത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അത് നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി പോകാൻ പാടില്ല. വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു ശക്തമായ നൂൽനൂറ്റ് ഒരു തുണിയുണ്ടാക്കി അതിനുശേഷം അതിനെ കെട്ടഴിച്ച് നശിപ്പിച്ച് കളഞ്ഞൊരു പെണ്ണിനെ പോലെ നീ ആയിപ്പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളായി പോകരുത്. നമ്മൾ റമദാനിൽ കൂടി നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി, നമ്മുടെ ഇബാദത്തുകൾക്ക് ഖുവ്വത്തുണ്ടാക്കി. ഇനി റമദാനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ നെയ്തെടുത്ത ആ വസ്ത്രത്തിനെ നമ്മൾ പിച്ചു ചീന്തി കളയരുത്. രാത്രി നമസ്കാരം ഇനിയും നാം തുടരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രാത്രി നമസ്കാരം ശറഅാക്കിയത് റമദാൻ മാസത്തിൽ മാത്രമല്ല സഹോദരങ്ങൾ. റമദാൻ മാസത്തിൽ മാത്രമല്ല രാത്രി നമസ്കാരമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, അലൈക്കും, നിങ്ങൾ രാത്രി നമസ്കാരത്തെ മുറുകെ പിടിക്കുക. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം അൽബാനി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഇൽ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു നിശ്ചയമായും രാത്രി നമസ്കാരം ദഅബുസ് സ്വാലിഹീന ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യയാണ് രാത്രി നമസ്കാരം. റസൂൽ സഹാബാക്കളോടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ, നമ്മുടെ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ, ഈസാ നബിയുടെ, മൂസാ നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ആദം നബിയുടെ, അങ്ങനെ നമ്മുടെ മുൻകഴിഞ്ഞ ഈ നബിമാരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളുടെ ചര്യയാണ് രാത്രി നമസ്കാരം. അത് നമുക്ക് റമദാൻ മാസം കഴിഞ്ഞ് ഉപേക്ഷിക്കേണ്ടതല്ല. അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബലക്കും വഖുർബത്തുൻ ഇലല്ലാഹ്. രാത്രി നമസ്കാരം അല്ലാഹുവിലേക്കുള്ള സാമീപ്യമാണ്, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ്. എല്ലാ ആളുകളും ഉറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് ഉളുവെടുത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്യതനായി നിൽക്കുന്ന നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം ഖുർബത്തുൻ ഇലല്ലാഹ് വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങളുടെ പാപമോചനമാണ്, പ്രായശ്ചിത്തമാണ്. രാവിലെ നമ്മിൽ നിന്ന് പറ്റിപ്പോകുന്ന പാപങ്ങൾ, ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് രാത്രി നമസ്കാരം. തക്ഫീറുൻ ലിസ്സയ്യിആത്ത് വമൻഹാതുൻ ലിൽഇസ്ം, അതുപോലെ തന്നെ തിന്മകളെ തൊട്ട് രാത്രി നമസ്കാരം തടയും. ഒരുപാട് തിന്മകളിൽ മുഴുകുന്ന ആളുകളുടെ യുവാക്കൾ ആ തിന്മകളിൽ നിന്ന് മാറുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. സുഹൃത്തുക്കൾ, സാഹചര്യങ്ങൾ, ചിലപ്പോൾ മൊബൈലിൽ കൂടിയായിരിക്കും ആ ഫിത്ന, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന, ഇല്ലെങ്കിൽ മറ്റ് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ത്രീകളിൽ നിന്നായിരിക്കും. നമുക്കതിൽ നിന്ന് മടങ്ങണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻഹാതുൻ അനിൽ ഇസ്ം, രാത്രി നമസ്കാരം നിങ്ങളെ പാപങ്ങളിൽ നിന്ന് തടയും. വമത്രദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖൗലുഹു ഹഖ്, റസൂൽ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ പായിക്കും, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ അകറ്റും രാത്രി നമസ്കാരം. നമ്മുടെ കൂടെ ഈ റമദാൻ രാത്രി നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം എത്രയോ വർഷമായി അദ്ദേഹത്തിന് ശരീരം സുജൂദ് ചെയ്യാൻ കഴിയൂല, റുക്കൂയിലേക്ക് പോകാൻ കഴിയൂല. നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ പറഞ്ഞതാണ് കാലിൽ. രാത്രി നമസ്കരിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ പള്ളിയിൽ 11 മണിക്ക്, അവസാനത്തെ 11 മണിക്ക് രാത്രി നമസ്കാരം തുടങ്ങി ഫജർ വരെ ഏകദേശം 4 മണി വരെ ഉണ്ടാകും. അദ്ദേഹം കസേരയിൽ ഇരുന്ന് നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു രാത്രി അദ്ദേഹം സുജൂദിലേക്ക് പോയി. പിന്നെ ബാക്കിയുള്ള മുഴുവൻ രാത്രിയും 1 മണിക്കൂറും 1.5 മണിക്കൂറും വരുന്ന 2 റക്അത്ത് നമസ്കാരങ്ങൾ ഒരുപക്ഷെ 1 മണിക്കൂർ ഉണ്ടാവും, ഒരുപക്ഷെ 1.5 മണിക്കൂർ ഉണ്ടാവും. ഈ മുഴുവൻ നമസ്കാരം ഇദ്ദേഹം നമ്മുടെ കൺമുന്നിൽ വെച്ച് നമ്മൾ കണ്ടതാണ്, നിന്നാണ് നമസ്കരിച്ചത്. സുജൂദിലേക്ക് പോകുന്നു. ബാക്കി ആരോഗ്യമുള്ളവർ ഇരിക്കുമ്പോഴും ഇദ്ദേഹം നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി നമസ്കാരത്തിൽ കൂടി അദ്ദേഹത്തിന്റെ രോഗത്തിന് ശിഫയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്രദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിനെ തൊട്ട് രോഗങ്ങളെ അത് പായിക്കും രാത്രി നമസ്കാരം. ഇബാദത്തുകൾ ശരീരത്തിന് ആഫിയത്ത് നൽകും, ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിന് സൗഖ്യം നൽകും, ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിന് സർവ്വ സുഖങ്ങൾ നൽകും. ഇബാദത്തുകൾ നാളെ പരലോകത്തേക്ക് മാത്രമല്ല പ്രതിഫലം, ഈ ലോകത്ത് തന്നെ ഇതിന് പ്രതിഫലം കിട്ടും. ഈ ലോകത്ത് തന്നെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തിദ് ദുനിയ, ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ബുശ്റയുണ്ട്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് സന്തോഷമുണ്ട്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് സന്തോഷ വർത്തമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ
വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഈ ലോകത്ത് അവനെ നല്ല രൂപത്തിൽ ഞാൻ ജീവിപ്പിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, റിസ്ഖൻ ഹസന, നല്ല റിസ്ക് നൽകും. എന്ത് ചെയ്തവൻ? മൻ ആമന വഅമില സ്വാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവൻ റിസ്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ആ ഖറിയത്തിന്റെ ആളുകൾ, ആ ഗ്രാമവാസികൾ എങ്ങാനും വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശഭൂമികളുടെ ബറക്കത്തുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുത്തേനെ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. ആ അഹ്ലുൽ കിതാബുകാർ അവർ തൗറാത്തും ഇൻജീലും അവരുടെ മേൽ ഇറക്കപ്പെട്ട മറ്റ് വേദഗ്രന്ഥങ്ങളും കൃത്യമായി അനുസരിച്ച് അവർ ജീവിച്ചിരുന്നെങ്കിൽ മുകളിൽ നിന്നും അവിടെ കാലിൻ്റെ കീഴ്ഭാഗത്തു നിന്നും അവർ ഭക്ഷിച്ചേനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നുണ്ട് പരാതി പറയുവാൻ. 2 സഹോദരങ്ങൾ. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റസൂലിൻ്റെ അടുക്കൽ തലബുൽ ഇൽമിന് വേണ്ടി വിദ്യാർത്ഥിയാണ്, ഇൽമു പഠിക്കുവാൻ വേണ്ടി റസൂലിൻ്റെ അടുക്കൽ ഒഴിഞ്ഞിരിക്കുകയാണ്. മറ്റേ ആൾ പണിക്ക് പോവുകയാണ്. ഈ പണിക്ക് പോകുന്ന ആൾ റസൂലിൻ്റെ അടുക്കൽ വന്ന് പരാതി പറയും. മറ്റേ ആൾ പണിക്ക് പോകുന്നില്ല, തലബുൽ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റസൂൽ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ലഅല്ലക തുർസഖു ബി, അവൻ കാരണമാണ് നിനക്ക് റിസ്ക് ലഭിക്കുന്നത്, ആ ഒഴിഞ്ഞിരിക്കുന്നവൻ കാരണമാണ് നിനക്ക് റിസ്ക് ലഭിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇബാദത്തുകൾ, അത് അമലു സ്വാലിഹാത്തുകൾ നാളെ പരലോകത്തേക്ക് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് പ്രതിഫലം തരും. അതിന് പല രൂപത്തിൽ പ്രതിഫലം തരും. അതുകൊണ്ട് രാത്രി നമസ്കാരം ഉപേക്ഷിക്കേണ്ടതല്ല. അതുപോലെ തന്നെ സദഖ അത് ഉപേക്ഷിക്കേണ്ടതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇമാം അൽ ബുഖാരി ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ, ഒരു കാരക്കയുടെ പണം ആരാണോ സ്വതക്ക നൽകിയത്, മിൻ കസ്ബിൻ ത്വയ്യിബിൻ, നല്ല രൂപത്തിൽ അധ്വാനിച്ച പൈസയിൽ നിന്ന്, ഹറാമായ രൂപത്തിലല്ല, ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു കാരക്കയുടെ പൈസ എത്ര ഉണ്ടോ അത് ആരാണോ സ്വതക്ക നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യതഖബ്ബലുല്ലാഹു ബിയമീനിഹി സുമ്മ യുറബ്ബി ലിസാഹിബിഹി കമാ യുറബ്ബി അഹദുക്കും ഫൽബഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊരാൾ നിങ്ങളുടെ കന്നുകാലി കുട്ടിയെ വളർത്തില്ലേ, അതുപോലെ ആ സ്വതക്കയെ അല്ലാഹു വളർത്തി മല പോലെയാക്കും. നാളെ പരലോകത്ത് നിങ്ങൾ എത്തുമ്പോൾ ആ കാരക്കയുടെ കാശ് നിങ്ങൾ സദക്ക കൊടുത്തത് നല്ല നിയ്യത്തോടുകൂടി നല്ല രൂപത്തിൽ നിങ്ങൾ അധ്വാനിച്ച പൈസയിൽ നിന്നാണ് നിങ്ങൾ സദക്ക കൊടുത്തതെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ എത്തുമ്പോൾ അത് വലിയ മലയായിട്ടായിരിക്കും കാണുക. അതുകൊണ്ട് ഇബാദത്തുകൾ റമദാൻ മാസത്തിൽ ഉപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നോമ്പ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുറദുൽ അഅ്മാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ് വഅന ഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സായിം. എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അമലുകൾ പ്രദർശിപ്പിക്കപ്പെടും അല്ലാഹുവിൻ്റെ മുന്നിൽ. എൻ്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നോമ്പ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്താണ്. എല്ലാ അറബി മാസത്തിൻ്റെയും 12, 13, 14 സുന്നത്ത്, 13, 14, 15, 13, 14, 15 ദിവസങ്ങൾ അറബി മാസത്തിൻ്റെ എല്ലാ ദിവസവും സുന്നത്താണ്. അയ്യാമുൽ ബീദ് വെളുത്ത ദിവസങ്ങൾ എന്ന് പറയുവാൻ കാരണം അന്ന് ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിരിക്കും, നല്ല നിലാവുണ്ടാകും. അതുകൊണ്ടാണ് അയ്യാമുൽ ബീദ് എന്നു ആ ദിവസങ്ങളെ വിളിക്കുവാൻ കാരണം. ആ 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ അറബി മാസവും നോമ്പെടുക്കൽ സുന്നത്താണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണ്. റമദാൻ കൂടെ ഉപേക്ഷിക്കേണ്ടതല്ല അമലുകൾ. ഫറലായ അമലുകൾ ഉപേക്ഷിച്ച് സുന്നത്തിൽ നിന്ന് നമ്മൾ തക്കാസുൽ നടത്തരുത്, മടി കാണിക്കരുത്. കാരണം നാളെ പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസ്, നമ്മൾ പറഞ്ഞ ഹദീസുകളെല്ലാം അധികം അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസാണ്. അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിച്ചത് ഹിജ്റ 7-ാം വർഷമാണ്. വെറും 3 വർഷം മാത്രമാണ് റസൂലിൻ്റെ കൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹവസിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് ധരിച്ച സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഏത് സംസാരങ്ങളാണ്, ഏത് പ്രഭാഷണങ്ങളാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ പേര് പറയാതെ കടന്നുപോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്ത് ഫضലാണത്! തലബുൽ ഇൽമിൻ്റെ ഫضലാണ്. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഫضലാണ്, വേറെ ആർക്കും ലഭിക്കാത്ത ഫضൽ, ഒരു ബിസിനസ്സുകാരന് ലഭിക്കാത്ത ഫضൽ, ഒരു കച്ചവടക്കാരന്, കൃഷിക്കാരന്, ഒരു മന്ത്രിക്ക്, ഒരു രാജാവിന് ലഭിക്കാത്ത ഫضൽ.
ശ്രേഷ്ഠത വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഫضൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വർഷം റസൂലിൻ്റെ അടുക്കലുണ്ടായിരുന്നു. 3 വർഷം. ഹിജ്റ 11 റസൂൽ വഫാത്തായി. ഹിജ്റ 7 മധ്യത്തിലും ആ ഭാഗങ്ങളിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ആദ്യമായി കൊണ്ടൊരു അടിമ വിചാരണ ചെയ്യപ്പെടുന്നവൻ്റെ നമസ്കാരത്തിനെ കുറിച്ചായിരിക്കും. എന്നിട്ട് അവൻ്റെ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഫർദ് നമസ്കാരങ്ങൾ പൂർത്തിയാക്കി നമസ്കരിച്ചവരാണ് നമ്മൾ വിചാരിക്കും 5 എല്ലാ വാജിബാത്തുകളും ഞാൻ നമസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ വിചാരിക്കരുത്. കാരണം വാജിബാത്തുകൾ പൂർണ്ണ രൂപത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടിയിട്ട് നമ്മുടെ കച്ചവടത്തിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വീട്ടുകാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ ചിന്തയെങ്കിൽ ആ നമസ്കാരം സ്വീകരിച്ചു പോലും കാണൂല. അങ്ങനെ ആ വാജിബാത്തുകൾ കൊണ്ട് എങ്ങനെയാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ മുസ്തഹബാത്തുകൾ, നവാഫിലുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, സ്വതക്കകൾ, അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പുകളൊക്കെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് നമസ്കാരത്തിനെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും. ഇദൻ തഖസ മിൻഹു ഷൈഉൻ, അതിൽ നിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറു, അല്ലയോ മലക്കുകളെ നിങ്ങൾ നോക്കുക, ഹല്ലി അബ്ദി മിൻ തതവ്വുഇൻ ഫയുകമ്മല ബിഹാ മൻ തഖസ മിൻ ഫരീളതിഹി. അവൻ്റെ ഫർളായ ഇബാദത്തുകളിൽ നിന്ന് കുറവ് വന്നതിനെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുവാൻ പറ്റുന്ന സുന്നത്തായ ഇബാദത്തുകൾ അവനുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് പൂർത്തീകരിക്കപ്പെടും. തുമ്മയക്കൂന അലാ ദാലിക സായിറു അമലിഹി, അവൻ്റെ ബാക്കി എല്ലാ അമലുകളും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങളെ തൊട്ട്, അതുപോലെ തന്നെ സദഖകളെ തൊട്ട്, രാത്രി നമസ്കാരത്തിനെ തൊട്ട്, അതുപോലെ നോമ്പുകളെ തൊട്ടൊന്നും നമ്മൾ ഇനി മടി കാണിക്കാൻ പാടില്ല. ഈ പെരുന്നാളിൽ നിറങ്ങിയത് ഉഷാറോടുകൂടി ഇൻഷാ അല്ലാഹ് തുടരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഇസ്ലാമിലും സുന്നത്തിലുമായി മരിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ലോകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അവരൊരിക്കലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ, രാത്രി നമസ്കാരങ്ങളിൽ, നമ്മുടെ ഫർദ് നമസ്കാരങ്ങളിൽ, സുജൂദുകളിൽ, അതുപോലെ മറ്റ് നമസ്കാരങ്ങൾ അവരെ നമ്മൾ മറക്കരുത്. നമ്മുടെ സഹോദരങ്ങളാണ്. അൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരൻ. ലോകത്തെവിടെയായിരുന്നാലും മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങൾ അവരൊരു സഹോദരങ്ങളെ പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. അവർക്ക് എവിടെ, ലോകത്ത് ആഫ്രിക്കയിലാവട്ടെ അമേരിക്കയിലാവട്ടെ, എവിടെ അവർക്കൊരു ദുരിതം ബാധിച്ചാലും ദുഃഖം ബാധിച്ചാലും നമ്മുടെ മനസ്സ് വേദനിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം വേദനിച്ചിട്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിൽ നമുക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ശരീരം മുഴുവൻ പനിച്ച് കിടക്കുന്നത് പോലെ ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിമിന് കേടുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവണം. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു എളുപ്പമുണ്ടാക്കി കൊടുക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. نحمده ونستعينه ونستغفره ونعوذ بالله